ക്വസ്റ്റ്യൻ നമുക്ക് ഡൗട്ടായിട്ട് വന്നതാണ്. ക്വസ്റ്റ്യൻ നോക്കൂ. ദ സർക്കംഫറൻസ് ഓഫ് ടു സർക്കിൾസ് ഈസ് 198 സെൻറ്റിമീറ്റർ ആൻഡ് 352 സെൻറ്റിമീറ്റർ റെസ്പെക്റ്റീവ്ലി. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റേഡിയസ്? വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ 2πr ആണ്. അപ്പോൾ ഇത് എഴുതി ചെയ്യുന്നവർക്ക് ഒരുപാട് സ്റ്റെപ്പ് എഴുതി ചെയ്യാം, അല്ലാതെ എക്സാമിന് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരുപാട് സ്റ്റെപ്പ് എഴുതി ചെയ്യുന്നവർ 2π × 352 അല്ലെങ്കിൽ 2πr1 - 2πr2 അതിൻ്റെ ഡിഫറൻസ് ആണ്. സർക്കംഫറൻസിൻ്റെ ഡിഫറൻസ് നമുക്ക് എടുക്കാം. ഇപ്പോൾ 2π × r1 - r2, r1 ആണ് വലുതെന്ന് വെച്ചു. അതിൻ്റെ വാല്യൂ ആണ് ഡിഫറൻസ് ഓഫ് ദെയർ സർക്കംഫറൻസ്. ഒന്നിൻ്റെ സർക്കംഫറൻസ് 2π × r1 ആണ്, മറ്റേൻ്റെ സർക്കംഫറൻസ് 2π × r2 ആണ്. ഡിഫറൻസ് എടുക്കുമ്പോൾ 2π കോമൺ എടുക്കുന്നു, 2π × r1 - r2. അതിൻ്റെ വാല്യൂ ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുക. രണ്ടോട് കൂട്ടുമ്പോൾ 200 ആയി. പിന്നെ 152, 152 154 ആണ്. അപ്പോൾ 2π എന്ന് പറഞ്ഞാൽ വാല്യൂ എത്രയാണ്? 2 × 22/7 ആണ്, 44/7 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ 700 കാണും, 44/7 × r1 - r2 ഇങ്ങനെയൊക്കെ എഴുതി സമയം വേസ്റ്റ് ചെയ്യരുത് ഒരിക്കലും. 154. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം വരത്തില്ല. 22 വെട്ടുമ്പോൾ 22 × 7 ആണ്. അപ്പോൾ r1 - r2 എന്ത് കിട്ടും നമുക്ക്? 7 × 7 49/2 24.5. ഞാൻ മനഃപൂർവ്വമാണ് ഇങ്ങനെ എഴുതിയത്. ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ കിട്ടും. മൈനസ് അല്ല, 24.5. അപ്പോൾ ഇത് ഇത്രയൊക്കെ എഴുതേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. ഡയറക്റ്റ് നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. 2π കോമൺ എടുത്തിട്ട് r1 - r2. ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ഡിഫറൻസ് 154 / 2π ആണ്. ഇപ്പോൾ 2 × 22/7 മേളിൽ വരും. ഇത് 7 ആണ്, 49/2 24 മാർക്ക് ചെയ്ത് പോവുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്തൊന്നും ചെയ്യാനുള്ള കാര്യമില്ല.